സിനിമാ സെറ്റുകളിൽ വനിതാ താരങ്ങൾ നേരിടുന്നത് കടുത്ത അരക്ഷിതാവസ്ഥയാണ്. രാത്രി സമയങ്ങളിൽ താമസിക്കുന്ന മുറിയുടെ കതകിൽ മുട്ടും. ചിലർ ഫ്ളാറ്റിലേക്ക് ക്ഷണിക്കും. ലൈംഗിക അതിക്രമവും അധിക്ഷേപവും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. ഏറ്റവും ഒടുവിൽ താൻ നേരിട്ട ദുരനുഭവം വിവരിച്ച് പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയത് നടി ശിവാനി ബായിയാണ്. രാത്രിയിൽ കതക് മുട്ടുന്നത് പതിവായിരുന്നുവെന്നാണ് നടിയുടെ ആരോപണം. അവസരം വേണമെങ്കിൽ സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടെന്ന് ജൂനിയർ ആർട്ടിസ്റ്റ് സന്ധ്യയും ആരോപിച്ചു. സഹപ്രവർത്തകയുടെ അമ്മയോട് നടൻ മുകേഷ് മോശമായി പെരുമാറിയെന്നും യുവനടി വെളിപ്പെടുത്തി. സിനിമാ സെറ്റിലെ മോശം അനുഭവം നടി ശിവാനി ബായ് ന്യൂസ് 18നോടാണ് പങ്കുവച്ചത്. രാത്രിയിൽ കതക് മുട്ടുന്നത് പതിവായിരുന്നു. ലൊക്കേഷനിൽ വെച്ച് വളരെ മാന്യമായി സംസാരിക്കുന്ന താരമാണ് കതകിൽ മുട്ടിയതെന്നും ഇയാൾ ഓടിപ്പോകുന്നത് കണ്ടതായും ശിവാനി വെളിപ്പെടുത്തി. സംവിധായകനോട് പരാതിപ്പെട്ട ശേഷം മോശം അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ ചൈന ടൗൺ എന്ന സിനിമയിൽ അഭിനയിപ്പിക്കരുത് എന്ന് നിർദ്ദേശിച്ച് അതേ താരം വ്യക്തിവൈരാഗ്യം തീർക്കാൻ ശ്രമിച്ചു. പിന്നീട് മോഹൻലാൽ ഇടപെട്ടാണ് വിഷയം പരിഹരിച്ചതെന്നും ശിവാനി ഭായ് പറഞ്ഞു. ഡോറിൽ മുട്ടുന്നുണ്ടായിരുന്നു. രാത്രി എനിക്കൊന്ന് 12-1 മണി ആ ടൈമിന് ഡോറിൽ ഇങ്ങനെ മുട്ടുന്നുണ്ടായിരുന്നു. ഞങ്ങൾ തുറക്കുമ്പോഴത്തേക്കും ആൾ ഓടിപ്പോകുമായിരുന്നു. ആദ്യം പറഞ്ഞിരിക്കുന്നത് 2-3 വട്ടമായപ്പോൾ നമ്മൾ ആളിനെ കണ്ടു. പിറ്റേ ദിവസം തന്നെ ഞങ്ങളത് പരാതിപ്പെട്ടു. പക്ഷെ ഈ നടൻ നമ്മള് ലൊക്കേഷനിലൊക്കെ വെച്ച് കണ്ടാൽ വളരെ നന്നായിട്ടാണ് സംസാരിക്കുന്നത്. രാത്രി അങ്ങനെ ഒരു കാര്യം അയാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. അതൊരു വൈരാഗ്യമായിട്ട് അദ്ദേഹം മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നിനക്കും ആ ആർട്ടിസ്റ്റിനും തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹത്തെ നിന്നെ അഭിനയിപ്പിക്കേണ്ട, പല റീസൺസ് ഇങ്ങനെ പറഞ്ഞു, എങ്ങനെയും ഇങ്ങനെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട്. പക്ഷെ ലാൽ സാർ പറഞ്ഞു, ഒരു പെൺകുട്ടിയാണ്, അതിനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്ത് പറഞ്ഞു വിടാൻ പാടില്ല. അങ്ങനെ ലാൽ സാറിന്റെ സപ്പോർട്ടിലാണ് ഞാൻ അത് അവിടെ വർക്ക് ചെയ്തത്. അതിനിടെ കൂടുതൽ വെളിപ്പെടുത്തലുമായി ജൂനിയർ ആർട്ടിസ്റ്റുകളും നടിമാരും രംഗത്തു വന്നു. അവസരം വേണമെങ്കിൽ സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടതായും വഴങ്ങാത്തതിനാൽ അവസരങ്ങൾ നഷ്ടമായി എന്നുമാണ് ജൂനിയർ ആർട്ടിസ്റ്റ് സന്ധ്യയുടെ ആരോപണം. സഹപ്രവർത്തകയുടെ അമ്മയോട് നടൻ മുകേഷ് മോശമായി പെരുമാറിയെന്നും സന്ധ്യ ആരോപിച്ചു. എനിക്കറിയാവുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അവരിപ്പോ ഫീൽഡിലില്ല. അവരിപ്പോ മാരീഡ് ആൻഡ് സെറ്റിൽഡ് ആണ്. അവരുടെ പേരൻസ് എവിടെയാണെന്ന് എനിക്കറിയില്ല. അവർ കുറെ വർഷങ്ങൾ മുമ്പ് സംസാരിച്ചതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. ആരുമില്ലാത്ത സമയത്ത് അവരുടെ അമ്മയാണ് വീട്ടിലുണ്ടായിരുന്നത്, ആ ആർട്ടിസ്റ്റിന്റെ. എങ്ങനെയൊക്കെ അഡ്രസ്സ് കണ്ടുപിടിച്ച് ഈ പുള്ളി വീട്ടിൽ പോയപ്പോൾ മിസ്ബിഹേവ് ചെയ്തു. അവരടിച്ച് പുറത്താക്കി. അങ്ങനെയാണ് ഞാൻ കേൾക്കാൻ. അമ്മയോട്? അതെ, അമ്മയോട് മിസ്ബിഹേവ് ചെയ്തു. അവരടിച്ച് പുറത്താക്കി. പിന്നെ അവർ ആ ഫിലിം ഫീൽഡ് തന്നെ വിട്ടു. അവർക്ക് ഇങ്ങനെ ദുരനുഭവം ഉണ്ടാകുമ്പോൾ ആരും പോവില്ലല്ലോ. സിദ്ദിഖ് മോശമായി പെരുമാറി എന്ന സൈബർ പ്രചരണം തള്ളി നടി ആശാ ശരത് രംഗത്തെത്തി. സിദ്ദിഖിൽ നിന്ന് മോശമായ വാക്കുകളോ പെരുമാറ്റമോ ഉണ്ടായിട്ടില്ല. നല്ല സുഹൃത്തും സഹപ്രവർത്തകനുമാണ്. കലക്കുവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്നവരെ തിരിച്ചറിയണമെന്നും ആശാ ശരത് പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ കേസുകൾ എടുക്കണമായിരുന്നുവെന്ന് മുൻ DGP TP സെൻകുമാർ പറഞ്ഞു. നിയമം അനുസരിച്ച് പോലീസ് മുന്നോട്ടു പോവുകയാണെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് ഒന്നും നഷ്ടമാകാൻ സാധ്യതയില്ല. സർക്കാർ റിപ്പോർട്ട് ഇത്രയധികം നാൾ പുറത്തുവിടാത്തതിനാൽ തെളിവുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നും സെൻകുമാർ പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ കോഗ്നിസബിൾ ഓഫൻസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞായിരുന്നു. അത് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാലും അതിൽ പിന്നീട് സ്പെസിഫിക് കംപ്ലൈന്റ്സ് വേണമെന്ന് നിർബന്ധിക്കുന്നത് അത്യാവശ്യമല്ലായിരുന്നു. ഒരു ഡിലേ വന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ 10 വർഷം പഴക്കമുണ്ടായിരുന്നതിന് 15 വർഷം പഴക്കമായി. അപ്പോൾ എവിഡൻസ് അത്രയും കൂടി ലോസ് ചെയ്യാനായിട്ട് കാരണമാകും. ലൈംഗിക പീഡന പരാതി അന്വേഷിക്കാനുള്ള പോലീസ് സംഘത്തിൽ കൂടുതൽ വനിതാ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്താനുള്ള നീക്കത്തിലാണ് സർക്കാർ. ന്യൂസ് 18 തിരുവനന്തപുരം.